ഇരുന്നപ്പോൾ കണ്ടതാണ് ഈ ഒരു അടിപൊളി പൊതിച്ചോറ്. ഇപ്പം തുടങ്ങിയ ക്രേവിങ്സ് ആയിരുന്നേ. ഈ കാലം എത്താത്ത രീതി പൊക്കത്തിലായിരുന്നു കേട്ടോ വാഴയിലുണ്ടായിരുന്നതിന്. ഒരു നേരത്തെ ഒരെണ്ണം ഇങ്ങനെ ഒരു മാവിൾപ്പുളിശ്ശേരി കണ്ട് അടിപൊളിയായിരിക്കും തോന്നിയോണ്ട് നമ്മൾ അതുകൂടി ഒന്ന് ആക്കുന്നുണ്ടേ. സത്യം പറഞ്ഞ പൊതിച്ചോറ് പുറത്തുനിന്ന് മേടിച്ചാലും ഓർത്തത് കേട്ടോ. അപ്പൊ ചോദിക്കുകയാണ് വീട്ടിൽ കഴിക്കാൻ നേരമില്ല, അന്നേരം പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ ബാക്കിയൊന്നും പറയണ്ടല്ലോ, വീട്ടിൽ തന്നെ ഇങ്ങോട്ട് ഉണ്ടാക്കിയേക്കാൻ തീരുമാനിച്ചു കേട്ടോ. കൂടെ നമുക്കൊരു മുട്ടയും കൂടി അങ്ങോട്ട് പൊരിച്ചെടുക്കാവേ. പൊതിച്ചോറെന്ന് പറഞ്ഞാൽ പിന്നെ ഈ മുട്ട വറുത്തത് മസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് ഒരു മുട്ടയും കൂടെ അങ്ങോട്ട് പൊരിച്ചേ. പിന്നെ നമ്മൾ എടുത്തോണ്ട് വന്ന വാഴയിൽ നല്ല അടിപൊളിയായിട്ട് വാട്ടി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ടുള്ള ചൂട് ചോറാണ് വെച്ച് കൊടുത്തത്. ഒരുപാട് കറികളൊന്നും അല്ലെങ്കിൽ ഏകദേശം എല്ലാ കറിയും നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു തട്ടിക്കൂട്ട് പൊതിച്ചോറാണെങ്കിൽ വേണമെങ്കിൽ പറയാം. പൊതിച്ചോറ് കിട്ടാനുള്ള പരിചയമൊന്നും എനിക്കില്ല കേട്ടോ, അതുകൊണ്ട് അത് എങ്ങനെ കെട്ടണമെന്ന് ചോദിനെ അറിയില്ലായിരുന്നു. ഞാൻ ഇന്ന് വരെ കെട്ടി എല്ലാ പൊതിച്ചോറും പൊട്ടിപ്പോയിട്ട് നല്ല കൃത്യമായിട്ടിരുന്നിട്ടില്ലേ. പിന്നെ പണ്ട് വീട്ടിൽ പൊതിച്ചോറൊക്കെ കെട്ടി കഴിഞ്ഞാൽ അടുത്ത് വന്ന് കാണുമ്പോൾ പറയുന്നത് ചോറ് വെക്കണ്ട, കുറച്ച് വെച്ചാൽ മതി എന്നൊക്കെ പറയുന്നല്ലാണ്ട് ഇത് എങ്ങനെയാണെന്ന് മാത്രം നോക്കിയിട്ടില്ലേ. ഏകദേശം എല്ലാ സൈഡും ഒന്ന് ഒപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ചൊരു 10 മിനിറ്റോളം ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ തുറന്നപ്പോൾ ഇതിന്റെ ഇതേപോലെ ഇരിക്കണമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഇത് ഇങ്ങനെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ആ വാഴയുടെ സ്മെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നേ. ഇവിടെ കുറച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടി ഇപ്പൊ അടിപൊളിയായിരുന്നു. അപ്പൊ അത്രയുള്ളൂ. ബൈ.